ஹலோ காய்ஸ், வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். ஸோ இன்றைக்கி நம்ம பார்த்தீங்கன்னா ஆல்ரெடி நம்ம லாஸ்ட் வீக் ஒரு படம் பார்த்தோம். ஸோ முக்காவோட பயங்கரமாக இன்றைக்கி பார்க்குற படத்துக்கும் லாஸ்ட் வீக் பார்க்குற படத்துக்கும் ஒரு கனெக்ஷன் இருக்குது. டேரக்டர் எஸ், ஆமாம், அதே டேரக்டர் தான். இது வந்து ரொம்ப சூப்பராக இருக்கும்னு சொன்னாங்க. இது வரும் கான்செப்டாக கமெண்ட்லேயே வந்துச்சு. சூப்பர் நேச்சுரல் ஹாரர் மூவி நினைக்கிறேன். ஏதோ வீட்டில் பேய் வர வச்சுருக்காங்களா என்னன்னு தெரியல. ஸோ நம்ம பார்க்க போகிற படம் வந்து பூதகாலம். எஸ். ஸோ படத்தோட டேரக்டர் இவருக்காக தான் வந்து சூஸ் பண்ணிடுறோம். இந்த படத்தோட டேரக்டர் யார் பார்த்தீங்கன்னா ராகுல் சதாசிவன். கேஸ்டிங் யார் பார்த்தீங்கன்னா நம்ம ஷேன் நிகாம், ரேவதி, சைஜு குரூப் அண்ட் ஆதிரா பட்டேல். ஸோ இவங்க தான் அந்த படத்தோட மெயினான கேஸ்டிங். ஸோ ஆல்ரெடி சொன்ன மாதிரி இது சூப்பர் நேச்சுரல் ஹாரர் ஃபிலிம். ஸோ நம்ம ஆல்ரெடி பார்த்த பிரம்மயுகாவும் ஒரு மாதிரி டிஃப்ரெண்ட்டான ஒரு மூவி தான். ஸோ இதுவும் அப்படி தான் இருக்குன்னு நினைக்கிறேன். சூப்பர் நேச்சுரல் ஹாரர் மூவி தான் காலம். ஸோ ரொம்ப நாள் வெயிட் பண்ணி கமெண்ட் பண்ணி ஒரு வழியாக இந்த படத்தை நம்மளுக்கு இந்த படத்து மேலே ஒரு இன்ட்ரெஸ்ட் வந்துருக்கு பிரம்மயுகா பார்த்த பிறகு. ஸோ நம்ம பூதகாலம் ரியாக்ஷன் போகலாம். பேய் நின்றுது நினைக்கிறேன். ஆனால் அப்படி தானே இருக்குதாங்க. என்னடா வயிற்றான பாட்டின்னு நினைக்கிறேன். கமெண்ட் பண்ணாங்க அக்யூரசி ஆஃப் பாரதிஸ். எத்தனை பார்த்துருப்பான். ஏய் அம்மா அம்மா അമ്മമ്മ റൂമിലാണ്. ரேவதியை பார்க்கும்போதெல்லாம் அந்த ஓனர் போட்டாட்டே இவன் தமிழ் சொல்லி கொடுக்க ഡയപ്പർ മാറ്റണം. രാവിലെ മാറ്റിയത് ഒന്ന് പിടിച്ചേ. அடிக்க பேர அந்த பாட்டி பெல் அடிக்குமே அந்த பாட்டிடா. அப்படியா? ஆமாண்டா. ഇവിടെ പൊക്ക്. എന്താ കുറച്ച് പൊക്ക്. ഒരു ദിവസം 4-5 പ്രാവശ്യം ചേരുന്ന നടക്കൂലാട്ടാമ്മ. എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാകും. എന്ത് അറേഞ്ച്മെന്റ്? ഒരു ഓംനിവാസിന് ആര് കൊടുക്കും പൈസ? എൻ്റെ ശമ്പളം തന്നെ ഇവിടെ മതിയാവുന്നില്ല. പിന്നെ ഹോം നഴ്സ് വന്ന് പിടിക്കുക. ഒന്ന് മര്യാദയ്ക്ക് പിടിക്കുമെന്ന്. മര്യാദക്കല്ലേ ഇത്ര കാലം പിടിച്ചോണ്ടിരുന്നു. പെട്ടെന്ന് ആദ്യം മനസ്സോടെ ചെയ്യാനെങ്കിൽ ചെയ്യണ്ട. പോയി കിടന്നു. எப்போ நடந்து வந்தாங்க? ஸ்லீப் வாக்கிங்கா? தம்மடி வரும்.
என்னடா இது டைட்டில் கார்டு ஓ நோ அது பாஸ்டா ரைட்டா விட்றா என்னடா ஆயா காலி நினைக்கிறேன் பாட்டி அவுட்டுன்னு நினைக்கிறேன்டா. என்ன பார்த்தாங்க அவங்க பேய் வந்து பிடிச்சிட்டு போயிடுச்சா? கடைசியாக இவங்க தான் பார்த்தாங்களே. സാരമില്ല, ഇങ്ങനെ കിടക്കുന്നതിലും ഭേദമല്ലേ. പോയത് നന്നായി എന്ന് വിചാരിച്ച് സമാധാനിക്കാം. ஓய் 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 அது மீதாவது ഇൻസ്റ്റയിലില്ല அது இல்லடா സൽമാൻ ഖാൻ പോലെ. എൻ്റെ അമ്മ ഈ അടുത്താണ് മരിച്ചത്. തെറപ്പിയാ ശേഷമാണ് എനിക്ക് ഇങ്ങനെ കുറച്ച് മെഡിക്കേഷൻ നടത്താൻ കാരണം എന്താ? ഞാനത് കുറച്ചു കാലം കറക്റ്റായി കഴിച്ചിരുന്നു. പിന്നീട് എനിക്ക് ശരിയായി. അപ്പം ഞാൻ തന്നെ അങ്ങ് നിർത്തിയതാണ്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആശയ്ക്ക് ക്ലിനിക്കൽ ഡിപ്രഷൻ അല്ലേ, അതൊരു ഡിസോർഡറാണ്. പനി വന്നു പോകുന്ന പോലെ അത് പോവില്ല. എന്ത് പ്രശ്നം വന്നാലും ഞാൻ അമ്മയോട് പറയും. വളരെ സപ്പോർട്ടീവായിരുന്നു. പിന്നീടാണ് സ്ട്രോക്ക് വന്നതും ഓർമ്മശക്തി നഷ്ടപ്പെട്ടതും. അവസാനമായപ്പോൾ എൻ്റെ പേര് പോലും അമ്മ മറന്നുപോയി. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? എൻ്റെ മകനുണ്ട്. ഡിഫാം ചെയ്തിട്ട് ഇപ്പോൾ ജോലി തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. മകൻ എങ്ങനെയാ? ആശയെപ്പോലെയാണോ? അമ്മയോട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുമോ? അവൻ എന്നെ പോലെയല്ല, അവൻ്റെ അച്ഛനെ പോലെയാണ്. വരാൻ സമയം എടുക്കും വിനു. പ്രിയാമ്മയുടെ അച്ഛനെ വിളിക്കും. ഇനിയിപ്പോൾ വിനുവിൻ്റെ കാര്യത്തിൽ എങ്ങനെ? ജോലിക്കാര്യം എന്തായി? നോക്കുന്നുണ്ട്. 2 കിട്ടി, ദൂരെയായിരുന്നു. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. ഇനിയിപ്പോൾ പോവാലോ. അടുത്ത് എന്തെങ്കിലും കിട്ടിയാൽ നോക്കാം. ഇവിടെ എന്ത് കിട്ടാനാ? ആശയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? അവൻ പോട്ടേന്ന്. അവൻ പോയാൽ ഞാൻ തനിച്ചാവില്ലേ? എനിക്ക് വേറെ ആരാ ഉള്ളത്? മുന്തിരി ചപ്പരിക്കട്ടെ പിന്നെ ആ വീൽചെയർ അമ്മൂമ്മയുടെ പുറയിലേക്ക് മാറ്റി വെക്കാൻ ഞാൻ തുടച്ചു വെച്ചതാ. ഇല്ല എங்களுக்கு நீங்க தேவையில்லை. ഞാൻ നിന്നോടല്ലേ പറഞ്ഞ മാറ്റി വെക്കാൻ? ഇത് ഓയിലിട്ടല്ല, എന്തായാലും വെറുതെ ഇരിക്കണല്ലേ. പറഞ്ഞത് ചെയ്താൽ മതി. டைட்டில் கார்டு அப்போ இந்த வீல் சேரை கூட காட்டினாங்கல்ல. வீல் சேர் பாத்ரூமு. എന്താ വീണ? അതെ അമ്മയുടെ കണ്ണട പൊട്ടിച്ചോ? ഇല്ലല്ലോ പൊട്ടി. മാറി നിൽക്ക്. ഒരു കാര്യം പ്രത്യേകിച്ച് ചെയ്യുക. ടീച്ചറെ, ഈ ഇടയ്ക്കിടയ്ക്ക് ലീവാകുമ്പോൾ
അത് മാനേജ് ചെയ്യാൻ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ടീച്ചർ ഒരു ലോങ് ലീവ് എടുത്തോളൂ. ഇവിടെ ഞാൻ പകരം ഒരാളെ വെച്ചോളാം. ഇല്ല, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഞാൻ കണ്ടിന്യൂ ചെയ്തോളാം. ടീച്ചറിനോട് പറയുന്നതുകൊണ്ട് വേറൊന്നും തോന്നരുത്. കൊച്ചു കുട്ടികളെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ കുറച്ചുകൂടെ പ്ലസൻ്റായിട്ട് അവരോട് ഞാൻ പറഞ്ഞത് ടീച്ചറിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. அப்புறம் குழந்தைங்க இருக்கு, ஆனால் இவங்களுக்கு அந்த டிப்ரெஷன் இருக்குது. அவங்க சொல்கிறது சரிதான், பட் இருந்தாலும் அம்மா இறந்துருக்காங்க கொஞ்ச நாள். இல்லை முன்னாடிலேருந்தே அப்படி தான் பொழுதுறாங்க. ஓ, அதே ஃப்ரேமு, அதே அந்த பாட்டி வந்துச்சு அந்த ஃப்ரேம். எவ்வளோ நேரம் அழுவாங்க? ஒரு மாதிரி ஆயிடுச்சுல்ல. ആ ഞാൻ പുറത്തുണ്ട്. സെക്കൻഡ് ഫ്ലോറിലാണ്. ആ ഇത് നോക്കുമ്പോൾ നോക്കുന്നത് ഇതിൻ്റെ ആണല്ലേ? ഇത് ദുപ്പട്ട. ഓക്കെ, ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എനിക്ക് പിങ്ക് ഇഷ്ടമായി. ആ കിട്ടിയല്ലോ. എന്താണ് ബർത്ത്ഡേ പർച്ചേസ്. எங்கம்மா டேரி 2017 தானே? 5 வருஷம் ஆகும். നൈസാണ്. ഒന്ന് പെരുസായി. ചിലപ്പോൾ കുറച്ചും കൂടി ചർച്ച ചെയ്യണം. എവിടെയെങ്കിലും ജസ്റ്റ് പോയിട്ട് താല്പര്യമില്ലേനു? എന്താ നിനക്കിപ്പോൾ സമയമുണ്ടല്ലേ? ഇപ്പം നിനക്ക് എന്നെ വിളിക്കാനും കാണാനും വരാനും ഒക്കെ സമയമുണ്ടല്ലേന്ന്. എൻ്റെ സിറ്റുവേഷനൊക്കെ ആകെ പ്രശ്നമായിരുന്നു. എന്ത് സിറ്റുവേഷൻ? അമ്മ മരിച്ചല്ലേ? അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ മൂഡ് അത്ര കറക്റ്റ് ആയിരുന്നില്ല. നിനക്ക് മൂടുണ്ടെങ്കിൽ മാത്രം വിളിക്കാൻ പറ്റുള്ളൂ. വിനു, നിനക്ക് തോന്നുമ്പോൾ മാത്രം എന്നെ വിളിക്കലും കാണാൻ വരലും ഒന്നും നടക്കില്ല. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഇനി അങ്ങനെ ഉണ്ടായില്ലേ? മോൻ വേറെ പെണ്ണിനെ നോക്കി. நானும் தலையா കൊണ്ടെവിടെ എന്നെ കുഴപ്പമുണ്ടോ? വേണ്ട, ഞാൻ അവളുടെ കൂടെ പോകാം. സൺഡേ ബർത്ത്ഡേ ആണ്, വരണം. അവന് മൂടുണ്ടെങ്കിൽ ഇനി അത് இங்கே என்ன ஒரு வரலகிறான். வீட்டிலே தான் ஆரம்பிச்சேன். ഏതാടാ വീട്ടിലെ കാര്യങ്ങളൊക്കെ? അമ്മയൊക്കെ ഓക്കെയാ? ഓക്കെ എടാ. ஏய் ஒன் ஆஃப் ஃப்ரெண்ட்ஸ்ரா. ആയിരത്തിൻ്റെ അതൊന്ന് സെറ്റായി പോവാന്ന്. അതിലേ 3 ഡയറക്ടേഴ്സ് ഉണ്ടോ? ഡിഫാമൊക്കെ പഠിച്ചിട്ട് ഇങ്ങനത്തെ പണിക്ക് പോകണം. ഡിഫാമിന് പോയതല്ലോ, പഠിച്ചില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പഠിച്ച പണിക്കാണ് ആൾക്കാർ പോകുന്നത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. பேரு பத்தியா? அலீஸ் பிரியாணி. அஜீஸா? டீ கடை வச்சுக்கிறேன். திடீர்னு பார்த்தா ஏய் பிரியாணி அந்த மாதிரி தான் இருந்ததுல அது. ഒന്നും കാണാറില്ല. ഞാൻ ഇൻസ്റ്റയിലില്ല. എടാ അവനൊക്കെ ഇപ്പൊ വേറെ ലെവലായി. ഞാൻ കാണിച്ചുതരാം. ഇൻസ്റ്റയൊക്കെ പിന്നെ ചുമ്മാ ഷോ അല്ലേടാ. നീ ഇങ്ങനെ വെറുതെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരുന്നോ? ആൾക്കാർക്ക് ഓരോ വഴിക്ക് പോയി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ മാത്രം ഇവിടെ വെറുതെ ഒരു ഗതിയും പരഗതിയില്ല. നീ കഴിക്കുന്നില്ലേ? വേണ്ട, അപ്പോൾ വേണ്ടേ? ഞാൻ മാഗി ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഉണ്ടാക്കിയത് ആര് കഴിക്കും? ഇത് കഴിച്ചാൽ മതി. വെറുതെ മനുഷ്യന് മെനക്കെടുത്താൽ. வீட்டு நைட்டில் மட்டும் தானே காமிக்கிறாங்க யூடியூப்ல. அதுவும் ஒரு சைடு தான் லைட் அடிக்குது. தெரு லைட் தான் அடிக்குது. இருட்டாகுது. ஒரு இதுல வீல் சேர்ல நான் நினைக்கிறேன் ஃபர்ஸ்ட் ஷாட் மாதிரி பாட்டி பேய் வந்து உட்காருவாங்க நினைக்கிறேன் பின்னாடி. என்ன சொல்ற? எனக்கு இவங்க மேலே கொஞ்சம் டவுட்டாக இருக்குது. പാട്ടി എന്താ பண்ணிட்டாங்க? ലാബ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അല്ലേ? അതെ സാർ, ഞാൻ 100 hours ഫാർമസിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇടയ്ക്ക് ഒരു 1.5 വർഷം കരിയർ ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ. സാർ, എൻ്റെ ഫാമിലിയുടെ സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്ക്
ഈ ടൗണിൽ തന്നെ ജോലി വേണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്. ഈ ടൗണിൽ? അതെ സാർ, ഞാൻ ഇവിടെ താമസിക്കുന്നത്. സാറേ, നമ്മൾ ഈ ടൗണിലേക്കാണ് ആളുടെ നോക്കുന്നത്? ഇല്ല, നമ്മളങ്ങനെ ഒരു ആഡ് എവിടെയും കൊടുത്തിട്ടില്ല. നമ്മൾ ടൗണിലേക്കല്ല, കുറച്ച് ഔട്ട് സ്റ്റേഷനൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന. സാറിൻ്റെ കസിനല്ലേ ഫെലിൻ? അത് വിളിച്ചത് എൻ്റെ കാര്യം പറയാനാണ്. അതിന് താഴെ തന്നെ ചിരിക്കുന്നു. ഇപ്പം ഞങ്ങളൊക്കെ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങളൊരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അതിനൊരു വരുന്ന രീതിക്ക് ഒരു മിനിമം മര്യാദയുണ്ട്. പെരുമാറി ഷേവും ചെയ്യാതെ. സാർ, എൻ്റെ അമ്മമ്മ കഴിഞ്ഞ ഇടയ്ക്ക് മരിച്ച, അതെനിക്ക് ഞാൻ ഷേവ് ചെയ്യാൻ പറ്റായിരുന്നു. ഇവിടെ ഈ സാറിൻ്റെ അമ്മമ്മ കഴിഞ്ഞ ആഴ്ചയാണ് മരിച്ചത്. സാർ വന്നിരിക്കുന്നുണ്ടോ? എൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ? അച്ഛൻ എനിക്ക് 7 വയസ്സുള്ളപ്പോൾ മരിച്ചു. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ സ്കൂൾ ടീച്ചറാണ്. ബാക്കി പിള്ളേരെയൊക്കെ പഠിപ്പിച്ചു, സ്വന്തം മോനെ ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. അടി വാങ്ങ പോരാൻ என்ன மீன் ஞாபகம் வந்துச்சு? சிங்கம்ல when you get rejected even after your friend's referral. நான் தூத்துக்குடியில் பவர் அவர் தான் சிங்கம் பத்தில் താനെ എവിടെയായിരുന്നു? ഞാൻ ഫോണിവിടെ ചാർജ് ഇട്ടിച്ചിരിക്കുന്നു. അതാണ് എന്തൊക്കെയുണ്ട്? ഇപ്പം എന്താ അടുത്ത ആഴ്ച പോകും? അടുത്ത ആഴ്ച പോകും, വ്യാഴാഴ്ച പോകും. ലഡു ഒഴുകി ജോലി കിട്ടിയതിൻ്റെ സന്തോഷത്തിന്. അത് വേണം, മധുരം കഴിക്കാൻ പാടില്ല. എന്തൊക്കെയാ? എനിക്ക് ഇപ്പം ഇവിടെ ഇപ്പം ഞാൻ നോക്കിയിട്ട് ജോലിയൊന്നും അങ്ങോട്ട് ശരിയായില്ല. കുറേ നോക്കി. നീ ഇപ്പം ഈ പോണെടുത്തേ എന്തെങ്കിലും ഒരു... അല്ലടാ, ഞാൻ സാധാരണ ഒരു ഹോട്ടൽ പണിക്കാണ്. അത് കുഴപ്പമില്ല, എന്ത് പണിയാണ്. എനിക്കിപ്പോൾ എവിടെ എങ്ങനെയൊന്നും മാറണം, മനസ്സിലായോ? അല്ല, അവിടെ ചെന്നിട്ട് ഇപ്പോൾ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നോക്കാമല്ല, ആ രീതിയിൽ നീ. അല്ല, നിന്റെ അമ്മ സമ്മതിച്ചാ? അത് കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ സമയിപ്പിച്ചോളാം. അതുകൂടെ നീ പറഞ്ഞാൽ മതി, വിളിച്ചാൽ. കറുപ്പീന ഇത് ഓക്കെ. സിഗരറ്റ് നീ സിഗരറ്റ് വലിയ വീണ്ടും തുടങ്ങണം. ഇല്ല, നിന്റെ പാൻറ് പോക്കറ്റിൽ ലൈറ്റ് കിട്ടിയല്ലോ. சொல்றாத മേടിച്ചായിരുന്നു, മറന്നുപോയി. കിട്ടിയില്ല. 1.5 വർഷത്തെ കരിയർ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കിട്ടിയില്ല. ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ള. അത് പിന്നെ നമ്മുടെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ലേ? നീ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. ഇത്രയും ലേറ്റ് ആവുന്ന. പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ എടുത്തു വെച്ചേക്കണേണല്ലോ ജോലിയെ. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ. വേറെ എവിടെയെങ്കിലും നോക്കണം. എനിക്കൊരു ജോലി അവൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ? അവനിനി ജോലി ചെയ്യാൻ പോണൊരു ഹോട്ടലിൽ. ഇത്രയും കാശ് കൊടുത്ത് പഠിപ്പിച്ചിട്ട് നീ ഹോട്ടൽ പണിക്ക് പോവാണോ? അതിനെന്തോ കുഴപ്പം? എല്ലാവരും പഠിച്ചു പണിയൊന്നുമല്ലല്ലോ ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഒന്നിലും ഉറച്ചു നിൽക്ക്. ആദ്യം MBBS വേണമെന്ന് പറഞ്ഞു, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു, പിന്നെ D.Pharm ചേർന്നു. ഇതിനൊക്കെ എത്ര കാശ് ചെലവായെന്ന് അറിയോ? MBBSന്റെ കാര്യം ഇവിടെ പറയരുത്. ഞാനൊരു 100 തവണ പറഞ്ഞതാണ്, എനിക്ക് പറ്റൂല. എൻ്റെ പ്രൊഫഷണൽ കോഴ്സാണ്, അന്തസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയാണ് എന്നെ കൊണ്ട്. അച്ഛനെ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. ആദ്യം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലേ? നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോ ഉണ്ടാക്കി വെച്ചത് മുടിഞ്ഞ കടവും പേര് ദോഷം. ആ കട ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനി നീ ഉണ്ടാക്ക. എടാ, നിന്നെ ഞാൻ എങ്ങനെയൊക്കെയാ വളർത്തിയ. നീ നന്നാവില്ല. നിന്റെ അച്ഛനെ പോലെ സ്വന്തം ജീവിതം നശിപ്പിക്കും. നശിച്ചാലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും തവണ പോട്ടാമ. നീ എവിടെയും പോവില്ല. നീ പോണത് എനിക്കൊന്ന് കാണണല്ലോ. നിന്നെ ഇവിടെ പൂട്ടിയിടും. എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നെ நைட் ஃபுல்லாக அழுவு போகிறாங்க.
എനിക്ക് സംസാരിക്കണം അമ്മ. ഞാൻ പറഞ്ഞിട്ടില്ല ഈ പോക്ക് എപ്പോഴും നടക്കില്ല കേട്ടോ അമ്മ. അമ്മ சரி எதுக்கு அந்த பாட்டி பெட்ரூம் காமிச்சாங்க நடுவில்? எனக்கும் அதான் தெரியலடா. അവിടെ അങ്ങനെ ஏதோ അത് ഞാൻ അറിയാതെ അറിയാതാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കുന്നത്? ആ കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ പാല് തകർന്നിട്ടുണ്ട്. അത് കരച്ചിൽ നിർത്തുന്നില്ല. പിന്നെ വരുന്ന രക്ഷകർത്താക്കൾ എങ്ങനെയുള്ളവരാണെന്ന് ആർക്കറിയാം? സർ, പേരൻസിനോട് ഞാൻ സംസാരിക്കട്ടെ? അതൊന്നും വേണ്ട. ടീച്ചർ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ദിവസത്തേക്ക് ടീച്ചറിനോട് വരണ്ട. நிஜமாலே அந்த சீன் நடக்கும்னு நினைக்கிறேன்டா. பாட்டி உட்காரதா? கால் கிட்ட உட்காரு. செத்துருவானே. ஐயோ என்னடா பாட்டி எட்டி பார்த்துட்டு போறாங்க. டேய், லைட் ஆஃப் பண்ணா கிட்ட இருப்பாங்களா? மாடி அப்புறம் அந்த டோர் வேற காத்துல ஆடுது. அப்பா ஒரு கிலோ செகண்ட். பாட்டி வேலை தான் இருக்கும். இல்லை, என் கண்ணாடி உடச்சலடா, அதெல்லாம் ஃபோன் ஓடிக்கிறாங்க. എന്തിനാ പൊട്ടിച്ചു? ഞാനോ? എടാ ഞാൻ എന്തിനാ പൊട്ടിച്ചു? ഞാനല്ലാന്ന് പറഞ്ഞില്ലേ? പിന്നെ ഞാനും അമ്മയില്ലാതെ വീട്ടിൽ ആര് പൊട്ടിക്കാനാണത്? രാവിലെ തന്നെ അടികൂടാൻ എനിക്ക് വയ്യാവനും. അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ തീർക്കരുത്. ആകെയുള്ളൊരു ഫോണും ബൈക്കുമാണ്. 24 മണിക്കൂർ നീയല്ലേ ഫോൺ വെച്ചോണ്ടിരിക്കുന്നത്? കുട്ടിയുണ്ടാവും. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ഈ മരുന്ന് മണ്ടവരെ കഴിക്കുന്നതിനാണ്. കുഴപ്പമൊന്നുമില്ല, ശരിയാക്കാൻ പറഞ്ഞ കാര്യമാണ്. അമ്മ പോയി എന്തായാലും നന്നായി. നേരത്തെ എല്ലാം അമ്മയുടെ നെഞ്ചത്തായിരുന്നല്ലോ. അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. എന്താ കുഴപ്പം? ഇന്ന് പോയിക്കിട്ട് അമ്മയും കാത്തിരുന്നേ. ഇറങ്ങി പോടാ അവിടുന്ന്. തീരുമാനിച്ചാരിയാ പൊക്കോളാ. അച്ഛനില്ലാത്ത കുറവ് ഞാൻ അവനെ അറിയിച്ചിട്ടില്ല. അവൻ എന്ത് വേണമെങ്കിലും, കമ്പ്യൂട്ടർ, മൊബൈൽ, ബൈക്ക്, അവൻ ആഗ്രഹിച്ചതെല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവൻ എല്ലാ ഫാമിലിയിലും ഇങ്ങനെയൊക്കെ തന്നെയാ. ഇതൊന്നും ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കണ്ട. എൻ്റെ ഫാമിലിയിൽ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും ഒരു ടാബ്ലറ്റ് എഴുതാം. കിടക്കുന്നതിന് മുമ്പ് ഇത് കഴിച്ചാൽ മതി. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമോ, സംസാരിക്കണമെന്ന് തോന്നുമോ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. നിങ്ങൾ ആദ്യം ഒന്ന് റിലാക്സ് ചെയ്യും. ഒന്ന് നടക്കാൻ പോവോ, ഒരു ഐസ്ക്രീം കഴിക്കുമോ ഒക്കെ ചെയ്താൽ ശരിയാവുന്നതേ ഉള്ളൂ. பாண்டிச்சேரி மாதிரி இது. அந்த பர்த்டே பார்ட்டியா? லைட்டாக அந்த அனஸ்வரராஜன் மாதிரி இதில் சில சைடில் இருந்தெல்லாம் பார்க்கும்போது இல்லை. டேய் ஓகே.
அன்னையும் ஏதோ பெருசாக ரோல் ப்ளே பண்ண போல இருக்குல்ல எல்லா இதுலேயும். அந்த படத்தோட பிரம்மை கூட நல்லா சார் சொன்னேன். இந்த இதுதான் அந்த டைட்டில் கார்டில் காட்டினாங்க. இந்த இல்லைடா இந்த ஃபேன் இருக்கானே இருக்குதான் நினைக்கிறேன்டா. இது பாட்டியோட ரெஸ்டாரண்ட். என்னடா பாட்டியாட எந்துக்கே முடியல. அவனா இதுலேயே அவன் தம் வச்சிருப்பான். ஆஹா அம்மா அம்மா அவங்க தூக்கத்துக்கு டேப்லெட் போட்டுருக்காங்க. டாக்டர் சொன்ன மாதிரி தூக்கத்துக்காக இல்லை தூக்கத்துக்கு போட சொன்னாங்க. தூக்கத்துக்காக தான் போட்டு சொல்லியிருப்பாங்க. அம்மா 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 டக்குன்னு ஏதோ பின்னாடி பயத்தில் வேத்துட்டு ஃபுல்லாக. மாறி ஆயிடுச்சுல்ல. ஃபோனோட தான் இருந்தானா அவன்? இல்லையே. ഹലോ ആ ആശാ അത് ഞാൻ വിളിച്ചതേ വിനു ഇവിടെ വന്നിട്ടുണ്ട്. വിനു ആശാ ആശാ കേൾക്കുന്നുണ്ടോ? എന്തിനാ? അത് ഞാൻ ആശ വരുമ്പോൾ പറയാം. ആശ ഒരു കാര്യം ചെയ്യും, ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ പോരെ. അവനിവിടെ പുലർച്ചയ്ക്ക് വന്ന് കയറിയത്. ആശയോടൊന്നും പറഞ്ഞിരുന്നില്ല അല്ലേ? ആശയുടെ അമ്മേനെ കണ്ടു എന്ന് അവൻ പറയണേ. അവനൊരു മുറിയിലിട്ട് പൂട്ടിയിരുന്നു, എന്തൊക്കെയോ പിച്ചിപ്പയും പറയുന്നു. അന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ല. അവൻ ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അതൊരു ഉച്ച നേരം. ആശ എന്നത് കാര്യമാക്കിയില്ല. അവൻ ഡെയിലി മദ്യപിക്കുന്നുണ്ട്. ആശ അവൻ്റെ കോലം കണ്ടില്ല, മേലിഞ്ഞ് ഉടങ്ങി. ഞാൻ അവൻ്റെ കാര്യത്തിലൊന്നും ഇടപെടാറില്ല. ഇടപെടണം, അതൊക്കെ തന്നെയാണ് കുഴപ്പം. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ല. അന്ന് നമ്മൾ ഒരു വിധത്തിലെ രക്ഷപ്പെട്ടു. അത് വീണ്ടും ആവർത്തിച്ച ഞാനിപ്പോൾ എന്താ ചെയ്യണ്ട? ഇത്രയും കാലം അമ്മയെ നോക്കി, ഇനി ഇവനെ നോക്കി വീട്ടിലിരിക്കണമെന്നാണോ? അതല്ല ആശ ഞാൻ ഉദ്ദേശിച്ചത്. അവന് കാര്യങ്ങൾ ഒന്ന് ഇരുത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ശരി, ഞാൻ അവനോട് സംസാരിക്കാം. നമ്മൾ പറഞ്ഞാലും പിന്നെ അവൻ കൂട്ടാക്കില്ല. അവനൊന്ന് കൗൺസിൽ ചെയ്യിപ്പിക്കണം, അതേ നടക്കൂ. അതിന് പറ്റിയ ഒരാൾ എനിക്ക് പരിചയമുണ്ട്, ഞാൻ നോക്കിക്കോളാം. ആശ ചായ കൂടി. എനിക്കല്ലേ സാർ ഇവിടുത്തെ ഡോക്ടറാ? വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഞാൻ ഈ ലേയിൽ കയറിയപ്പോൾ ഒന്ന് കണ്ടു. ഇത്
ജോർജ്. പിന്നെ ജോർജിന് ടൗണിലൊരു സ്ഥാപനമുണ്ട്, ക്വിക്ക് മൈൻഡ് കൗൺസിൽ. അല്ല, ഫ്രഷ് മൈൻഡ് കൗൺസിൽ. ജോർജിനോടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിരുന്നല്ലോ. അല്ല, മനസ്സിലായി. ആ ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയയാണ്. സ്മോക്കിംഗ് അഡിക്ഷൻ, ആൽക്കഹോളിസം. നമുക്ക് നോക്കാം സാർ. കുറച്ച് കഴിഞ്ഞപ്പോൾ തനിയെ തുറന്നു. എന്നിട്ട് ഞാൻ പുറത്തേക്ക് വന്നു. അപ്പോൾ അവിടെ ആരുമില്ല. കഴിഞ്ഞ് അമ്മയുടെ റൂമിൽ പോയപ്പം അമ്മയില്ല. ഞാൻ അളേച്ചിൻ്റെ വീട്ടിലോട്ട് പോയി. എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം? ഞാൻ കണ്ട കാര്യമല്ലോ. അത് തന്നെ. എന്താ ഇങ്ങനെയൊക്കെ കാണാൻ കാരണം? വിനു കുടിക്കാറുണ്ടോ? കുടിക്കാൻ മോശം പ്രവൃത്തിയൊന്നുമല്ല. കുടിക്കാറുണ്ടോ? അതായത് ഇന്നലെ വൈകുന്നേരമോ രാത്രിയിലോ അങ്ങനെ കുടിച്ചിരുന്നോ? ഇല്ല. നിങ്ങൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് എൻ്റെയൊക്കെ എല്ലാം തുറന്നു പറയാം. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. ഇല്ല. ഓപ്പണായിട്ട് പറഞ്ഞു. ഇല്ല. ഇത് റോളിംഗ് പേപ്പറല്ലേ ഈ ഇരിക്കുന്നു? ശേ, എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്തെങ്കിലുമൊക്കെ പറ. ബി കംഫർട്ടബിൾ. அரைக்கலை கூட See, you relax a bit. எனக்கு தெரிஞ்சு அரிக்கலை புக்கு ஒரு கட்டு ஒன்று இருக்கும். அது இதில் தான் வந்திருக்கோம் போல. എന്ത് മനസ്സിലുണ്ടെങ്കിലും let it come out. See, I will help you. 2022 കുഴപ്പമില്ല. I know that. കുഴപ്പമില്ല. டோர் டு த பாஸ்ட் தானே, அதனால. എന്തെങ്കിലും ഈ ഇന്നലെ സംഭവിച്ചത് ഓക്കെ. കൈവഴ കുഞ്ചപ്പണ 48 മണിക്കൂറിനപ്പുറം ഒരാൾ ഉറങ്ങാതിരുന്നാൽ കാണാത്തതും കാണും, കേൾക്കാത്തതും കേൾക്കും. അത് അപകടമാണ്. പിന്നെ സാറ് പറഞ്ഞ പോലെ ആളുടെ ഫാമിലി ഹിസ്റ്ററി, അമ്മയ്ക്ക് പ്രശ്നം, പിന്നെ മുത്തശ്ശി, അതിൻ്റെയൊക്കെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും ഇത്. നമുക്കവനെ വല്ല ഡോക്ടറെ അടുത്തും കാണിക്കണം. വേണ്ട സാറേ, ഞാൻ ഒന്നുകൂടെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. ഞാൻ നാളെ ഒന്നുകൂടെ വരാം. சரி பண்ணுறாரு. பெஸ்ட்டு அந்த பொண்ணு கூட என்ன போய் அப்போதான் நிம்மதியாக இருக்கிறான். வேலை கட்சி வேறு எதுக்கு போயிட்டாலே முடிஞ்சிடும்டா. இங்கே இருக்கிறது நல்லா இதாக வரும். கைராளி தலைவா படம் ஓடு. தலைவா 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 பாட்டி ஒன்று இரு. இந்த அம்மா பக்கத்தில் தானே எழுப்பி சொல்லலாம்ல எப்பயாவது. பாரு பாரு உங்கள் அம்மா என்ன வேலை பண்ணுறாங்க. ஆக்சுவலி அன்றைக்கி எப்படி தப்பிச்சாங்க? സൗണ്ട് അവിടെ ഒരു സൗണ്ട് ഞാൻ പോയി നോക്കാം. വേണ്ട. അവിടെ ആരും ഇല്ല വിനു. ഇത്ര വലിയ സൗണ്ട് ആയിട്ടൊന്നും കേട്ടില്ല. ഞാൻ കേട്ടില്ല. സൗണ്ടല്ല, ഞാനാണല്ലോ കേൾക്കണം. നീ ഒന്ന് ഉറങ്ങാൻ നോക്ക്, എല്ലാം ശരിയാവും. എന്ത് ശരിയാവുന്നതാണ്? കേട്ടോണ്ടിരിക്കണത് ആശ, ആ കേറിക്കോളാം. ബീന ഡോക്ടർ. ബീന ഡോക്ടർ സ്ഥലം മാറിപ്പോയല്ലോ. ഇരിക്കൂ. மறுபடியும் நான் ஃபர்ஸ்ட்லேருந்து சொல்கிறேன். போட்டு இருந்தாலும் அவங்க ஒரு மைண்டில் வைப்பில் இருக்கும். ഓക്കെ പറയൂ, എന്താ പ്രശ്നം? நீ வயசுக்கு வந்தால் என்னால் திரும்பிலாம் சொல்ல முடியாது. என்ன தம்பி அப்படின்னு என்ன கேட்ட அப்படி என்ன தம்பி போவாமா? நீங்கள் கண்டிப்பாக அடி வாங்க. ஒரு அடி அடி. സാറേ, അവിടെ ആരുമില്ല. എവിടെ പോയി? അറിയില്ല, ടീച്ചർ രാവിലെ പോയി.
കുറച്ച് കഴിയുമ്പോൾ മോനും പോകുന്നുണ്ട്. അപ്പൊ നീ വീട്ടിലെ വേലയെ പാക്കല. സാറേ അവിടെ ഒരുപാട് സമയം ഒറ്റയ്ക്ക് നിൽക്കണ്ട സാറേ. ആ വീട് അത്ര ശരിയല്ല സാറേ. என்னடா சைக்காட்டிஸ்டே பயப்படுகிறேன். என்ன நீ சொல்ற? என்ன சொல்ற? നമുക്ക് സൈക്കോളജി തേടുന്നത്. ചേച്ചി ആ വീടിനെ കുറിച്ച് എന്തോ പറഞ്ഞത്? അപ്പുറത്തെ ടീച്ചറുടെ അടുത്ത് വന്നതാ, അവരവിടെ ഇല്ല. നിങ്ങൾ അവരുടെ റിലേറ്റീവ് അല്ലാണ്? അല്ല, ഞാൻ അവരുടെ മകനെ ഒന്ന് കാണാൻ വന്നു. ശരി. അല്ല ചേച്ചി ആ വീടിനെ കുറിച്ച് എന്തോ പറഞ്ഞില്ല? അത് വേറൊന്നുമല്ല സാറേ, ആ വീടിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അവിടെ താമസിച്ചിട്ടുള്ള എല്ലാവർക്കും ഓരോ കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട്. അത് അവരുടെ വീടല്ലേ? വാടകയ്ക്ക്. ഞങ്ങളൊന്നും അങ്ങോട്ട് പോവാറേ ഇല്ല. എന്തു പറ്റി? അവിടെ താമസിച്ചിരുന്ന ഒരാൾ കയറി അങ്ങ് തൂങ്ങി. അയാൾ ഒറ്റയ്ക്കല്ല പോയത്, പാവം. അയാളുടെ ഭാര്യയ്ക്കും കുഞ്ഞിനും വിഷം കൊടുത്ത് അവരും പോയി. സ്മെല്ലടിച്ച് 5-6 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊക്കെ അറിഞ്ഞു. നിങ്ങൾ ആ വീട്ടിൽ കയറിയിട്ടില്ല? നേരെ കാണുന്ന മതി അവിടെ അയാൾ തൂങ്ങി. അവിടെ ഭാര്യയും കൊച്ചുമല്ലേ മരിച്ചു കിടന്നത്? അല്ലടി, അയാൾ അവിടെ എവിടാന്ന് വെച്ചാ. എന്നാ നടന്നത്? നടന്നിട്ട് ഒരു 6-7 വർഷമായിട്ടുണ്ടാവും അല്ലേ? 6-7 വർഷമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2-3 വർഷം പൂട്ടി കിടക്കുമായിരുന്നു. പിന്നെയാണ് വാടകയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയത്. വാടകയ്ക്ക് വരുന്നവരാരും അധികം നാൾ നിൽക്കും. 2-3 മാസം. ലാസ്റ്റ് വന്നതൊരു ബാങ്ക് ഉദ്യോഗസ്ഥനല്ലേ? എന്തായിരുന്നു അയാളുടെ പേര്? ആനന്ദൻ. അത് തന്നെ, ആനന്ദൻ. എൻ്റെ സാറേ നല്ലൊരു മനുഷ്യനായിരുന്നു. ഒരു ദിവസം അയാൾ കയറിയെന്ന് തോന്നുന്നു. പക്ഷെ ഭാഗ്യം മരിച്ചില്ല കേട്ടോ, രക്ഷപ്പെട്ടു. நல்ல ட்ரெஸ் பண்ணு, ஜாலியாக வீட்டு பக்கம் வரக்கூடாது. பண்ணி விட்டு சாச்சிட்ட கூட்டு போகிறேன். ஃபோன் பண்ணி வேணும் கொஞ்சம் எடுத்துட்டு வாங்க இந்த வீட்டு பக்கம். என்னையே பயப்படி வச்சிட்டீங்களா? ഹലോ, ജോർജ് അല്ലേ? ഞാൻ വിനുവിൻ്റെ അമ്മ. പറയൂ മേഡം. ഇന്ന് വരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, എപ്പോൾ വരും? അത് പിന്നെ മാഡം, ഞാൻ സ്ഥലത്തില്ല. ഞാൻ മധുസാറിനെ വിളിക്കാതിരിക്കുമായിരുന്നു. ഇന്നലെ രാത്രി അവൻ വല്ലാത്തൊരവസ്ഥയിലാണ് എന്നോട് പെരുമാറിയത്. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? വേണമെങ്കിൽ ഞാൻ അവനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ഞാനൊന്ന് തിരക്കൊന്ന് ഒഴിഞ്ഞിട്ട് ഞാനങ്ങോട്ട് വിളിക്കാം. ശരി. എന്താടാ എൻ്റെ കാര്യം? ജോലി. അതാ സംസാരിക്കടാ. നീ മറന്നായിരുന്നു? ഇല്ലടാ, എടാ ഞാനവിടെ ചെല്ലട്ടെ, എന്നിട്ട് ഞാൻ ശരിയാക്കാം. എടാ ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കണം. എനിക്ക് സോഡ മാത്രം മതി. தூங்குறதே பொழுது தூங்குறதே பொழுது இன்சோம்னியால இருக்கான். അടിക്കടാ. കുടിക്കുന്നില്ല. No problem. Don't worry. No problem. മൂത്രയിക്കണം. എന്താ മൂത്രയിക്കണം? നേരെ പോയി കഴിക്കും. குய்யான டேய் நீ கத்தி எனக்கு பயம் வச்சுடா. நினச்சினே இருந்தா அவங்க பாட்டி தான்டா. എന്താടാ ജോലി? എന്താടാ நான் அப்படி கத்துறேன். போயிட்டோம். லீக் ஆயிட்டாரு. ഇല്ല സാറില്ല. വാ വന്ന് വന്ന് കൊണ്ടുപോടാ. അവിടെ ഇരുന്നോ. എന്നാ മേഡം കിടന്നു.
എന്താ ഫോൺ എടുക്കാത്ത? ഇതവരെ ഞാൻ പറഞ്ഞില്ലേ ആ സ്ത്രീ. എന്താണെങ്കിലും ഫോൺ എടുക്കൂല. എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിലോ? അതൊന്നും ശരിയാവില്ല. എന്തായാലും ഞാൻ നാളെ സാറിനെ വിളിച്ച് പറയാൻ പോകും. പേടിച്ചിട്ടാണോ? ഏയ് പേടിച്ചിട്ടൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ടിട്ട് നിങ്ങളത് വിട്ടുകളാൻ നിൽക്കണം. അവർ പറയുന്നതിന് എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് അന്വേഷിക്കും, എന്നിട്ട് തീരുമാനിച്ചപ്പോൾ. அதே இவங்கிட்ட சொல்லுங்க, அவங்ககிட்ட சொல்ல வேண்டியதாண்டா. அவங்க தெரியாம வந்து ரெண்டுக்கு இருந்திருப்பாங்க. அப்படிதான் விட்டுருப்பாங்க. ഞാൻ രാവിലെ വീടിൻ്റെ കാര്യം പറഞ്ഞ് വിളിച്ചായിരുന്നു. ഫോണിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, നേരിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ഇരിക്കും. ബിൽഡി നിങ്ങൾക്കാണോ അല്ല നിങ്ങൾ ബ്രോക്കറാണോ? അല്ല സർ, എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പോകുന്നത്. വീട് വിൽക്കാനുള്ളത് അത് വാടക കൊടുത്തിട്ട്. സാറേ, ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാനായിട്ടാണ്. ആ വീട്ടിൽ എന്തോ ഒരു ട്രാജഡി നടന്നായിരിക്കും. ഏതോ ഒരു ഫാമിലി അവിടെ എന്തോ പുള്ളി എന്തോ ഒരു പ്രശ്നത്തിലായി അല്ലേ സാറേ? അവന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കുഴപ്പം മുഴുവൻ അവൾക്കായിരുന്നു, അവൻ്റെ ഭാര്യയ്ക്ക്. കല്യാണം കഴിഞ്ഞ് ആ വീട് വെച്ച് അവരങ്ങോട്ട് മാറി. ആ വീടിനെന്തോ പ്രശ്നമുണ്ടെന്ന് അവളാണ് ആദ്യം പറഞ്ഞത്. പിന്നെ എൻ്റെ മകനൊരു മാനസിക രോഗിയാണെന്ന് പറഞ്ഞു തുടങ്ങി. അങ്ങനെ പറഞ്ഞൊരു പ്രാന്തനാക്കി അവനെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തത് പലതും ചെയ്യിച്ചു. നാട്ടുകാർ പറയുന്നത് പോലെയാണെങ്കിൽ ഭാര്യയ്ക്കും കുഞ്ഞിനും വിഷം കൊടുത്ത് അവനും തൂങ്ങി മരിച്ചു. അതിപ്പോൾ നിങ്ങളെപ്പോലുള്ളവർക്ക് പറഞ്ഞു നടക്കാനൊരു കഥയെ. നിങ്ങളുടെ വീട്ടിൽ ആരും മരിച്ചിട്ടില്ലേ? എന്നിട്ട് നിങ്ങളിവിടെ താമസിക്കുന്നില്ലേ? എടോ, അതൊരു വീടല്ലേ? കല്ലും മണ്ണും മരവും സിമെൻറ്റും കൊണ്ടുണ്ടാക്കിയ വീട്. இவ்வளவு கேக்குதோ? அவங்க அம்மாவுக்கு இப்போ தெரிஞ்சு சொல்லுது ஏதோ நடக்குது வீட்டில். ആനന്ദ് സാറിൻ്റെ വീടല്ലേ? ഉണ്ടോ? സാറുണ്ടോ? വായിസ് அப்படியே இருக்குல்ல. പിന്നെ ആ വീട്ടിൽ ആരെയും കണ്ടെന്നോ കേട്ടെന്നോ ഇത് ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ശ്രദ്ധിച്ചു നോക്കിയാ ആ വീട്ടിൽ വേറൊരാളെ കൂടി കാണാമെന്നാ ചേട്ടൻ പറയാറ്. அடுத்து இருந்தவங்களா? ஆமாம் ஆமாம், தூக்க மாட்டீங்கன்னு சொன்னாங்களே. கடைசி நேரத்தில் காப்பாற்றிட்டேன்னு சொன்னாங்க ஆனந்த். ஓ, ரிப்பீட்டடாக அந்த வீட்டில் ஏதோ இருக்கு. നീ എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു? നമുക്ക് എവിടെയെങ്കിലും പോവാം. എങ്ങോട്ട് പോവാൻ? എവിടെയെങ്കിലും ദൂരെ പോവാം. ഇത് പറയാനാണോ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു? അതല്ല, ഞാൻ പറഞ്ഞാലും നീ സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ. പറ. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എൻ്റെ റൂമിൽ പൂട്ടിയിട്ട് എൻ്റെ ഫോൺ പൊട്ടിയ കാര്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അത് അമ്മയായിരുന്നില്ല. പിന്നെ എനിക്കറിയില്ല, അവിടെ എന്തുണ്ട്. എന്തുണ്ട്? പിന്നെ നിനക്കറിയാം, ഞാൻ 4 ദിവസം ഇറങ്ങിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ എനിക്ക്
എനിക്കെന്താണ് സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അങ്ങനെ ഒരു അവരുടെ അമ്മ എനിക്ക് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഒരാളെ കൊണ്ടുവന്നു. കൗൺസിലിങ് എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ ഒരാളെ കൗൺസിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. വിനു, എന്നിട്ട് നീ തന്നോടൊന്ന് പറയാണ്ടിരുന്നു വിനു? നീ ആ വീട്ടിൽ പറ്റൂല പ്രിയ, നമുക്ക് എവിടെയെങ്കിലും പോവാം. വിനു, നീ ഇങ്ങനെ പെട്ടെന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യും, നീ വീട്ടിൽ പോയിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങുക, റെസ്റ്റ് എടുക്കുക. കൗൺസിലർ എന്താ പറഞ്ഞു? அதுக்கு அது பிரச்சனை இல்லை, விடு, குழப்பமில்ல. யார்கிட்டே சொல்லாத உங்ககிட்ட சொல்லிக்கிறான். திருப்பி வீட்டில் போய் பார்த்து தூங்கிடுவாங்க. இல்லை இல்லை, அது பயந்துச்சு அந்த பொண்ணு. அவ்வளோதான், பின்னாடி கூட வரல பார்த்து. RDX கிக்கின் ஆயிடுச்சு நினைக்கிறேன். காரணமாக சூர்யா ஆயிடுச்சு. இன்னும் ആഴ്ച പാവണം. ആശാന്റെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. കാര്യങ്ങളിങ്ങനെ സംഭവിക്കില്ലേ? വേറെ കൊള്ളിയാനേ ഊട്ടുന്നത് പറഞ്ഞിട്ട് കാര്യം. അവന് വേണ്ടത് പ്രോപ്പർ റെസ്റ്റാണ് ആശാൻ. ആശാനൊന്നും നോക്കി, അവൻ സ്വയം നശിക്കുകയാണ്. ഇതുവരെ നമുക്കറിയില്ല, ഇപ്പം നാട്ടുകാർക്ക് ഉപദ്രവമായി. ഇനി കൂടുതലൊന്നും ആലോചിക്കാല്ലേ. ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, ആശ ഒന്നും അറിയണ്ട, ഞാൻ നോക്കിയോളാം. ഹലോ സാറേ, നമ്മുടെ വിനുവിൻ്റെ കേസിൽ ആള് പറഞ്ഞാലും കുറച്ച് കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ വീടിനെ കുറിച്ച് അന്വേഷിച്ചപ്പം ആ വീടിന് എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞത്. പ്രശ്നം വീടിനൊന്നല്ലടോ, അത് അവനെ തന്നെ. ഇപ്പം ബാറിൽ പോയി അടിയുണ്ടായി, ഒരു കണക്കിനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി. സാറേ, ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ചോട്ടെ? അത് വേണ്ടത് ജോർജ്, ഇനി കൗൺസിലിംഗ് ഒന്നും ശരിയാണ്. നാളെ ഞങ്ങൾ അവനൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. സാറേ, ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ മതി ആളുമായിട്ട്. വേണ്ട ജോർജ്, ഭ്രാന്തിന് നല്ലത് ഭ്രാന്താശുപത്രി തന്നെയാണ്. ഞാൻ വിളിക്കാം. ஒரு கஷ்டப்பட்டு எல்லாத்தையும் இது பண்ணிட்டு ப்ராப்ளம் சால்வ் பண்ணலான்னு வந்தால் இவர் பண்ணாரு. அவர் சொல்ல வேண்டியதானே, வீட்டில் பிரச்சனை இருக்குது, தெளிவாக சொல்ல வேண்டியது. ஆனால் தூக்கம் நான் மாத்திரை இல்லைடா, அவனை தூங்க வைக்கணும். விஷயம் உண்டாக்கலாம், பார்க்க விஷமாக தான் இருக்குதுல்ல. அவங்க பிடிக்கும். ஆமாம், விஷயம் அழுகுறாங்களே. எதுக்கு? ആവശ്യമില്ല. ഭക്ഷണം കഴിച്ചാൽ ക്ഷീണമാണ്. ஃபஸ்ட்டு அந்த ஃபேமிலி விஷத்தை வச்சுட்டு அவங்க போயிட்டு தூக்க மாட்டேங்குன்னு சொன்னாங்க. அது மாதிரி பண்ணுறாங்க. ரிப்பீட் ஆகுதா? ஆனால் இவங்களுக்கு தெரியாதுல்ல அப்படி வந்துருக்குங்க. നാളെ രാവിലെ എല്ലാം ശരിയാക്കും, പേടിക്കണ്ട. നമുക്ക് എൻ്റെ പേടി എന്താണെന്നറിയോ? നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ മനസ്സിലാക്കാണ്ടിരിക്കുന്നു. എല്ലാവരുടെ മുമ്പിൽ ഞാൻ എനിക്കെന്തോ പ്രശ്നമുണ്ട്. അല്ലല്ലേ അമ്മ, ഞാൻ കാരണമാണോ? അതിനെ അമ്മ വിഷമിപ്പിക്കൂല. അമ്മ, ആരും എന്നെ മനസ്സിലാക്കണില്ല അമ്മ. അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം. നീ മനസ്സിലാക്കുന്നില്ലേ? നീ എന്നെ കാണുന്നില്ലടാ. ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എന്തിനു വേണ്ടിയാ? എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ആ തെറ്റുകൾ
നീയും ആവർത്തിക്കാൻ പാടില്ല എന്ന് കരുതിട്ടല്ലേ? பேருமே அந்த தூங்காதது ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് എന്നോടും അതെല്ലാം അമ്മ കരയല്ലേ சாப்பிடலையா? அதான் சரியாயிடுச்சு. பேசினாலே எல்லாம் சரியாயிடும். கரெக்டாக பாட்டி ரூம் பின்னாடி வர மாதிரியே நிற்கிறாரு, உட்கார்றாரு. ஆமாண்டா பேக். ஓ അമ്മ അമ്മ എന്ത് വിനോ? എന്ത്? ரெண்டு பேருக்கும் கேட்குதுடா இப்போ. എന്താണ്? போறோம்டா. அம்மா விட்டு போறோம்டா, அதை பாடுறா. தெரிஞ்ச பாட்டி மட்டும் தான் காப்பாத்துறான்னு நினைக்கிறேன்டா. என்னடா அவன் பாட்டி தான் காப்பாத்துறான். அங்க ப்ரோ பின்னாடி கண்ணாடி பார்க்கல. ஒருவேளை அப்படி இருக்குமோ? அதுதான் நினைக்கிறேன். சவுட்டு கீழே வராங்களா? தெரியல. கத்தாது என்னடா? இப்போ எவ்வளோ ஸ்ட்ராங் இல்லை? ஃப்ரிட்ஜு மேலே கிச்சனில் இருக்குல்ல? கிச்சனில் தானே சவுண்டு வந்துச்சா?
அப்படி பயணம் முடியாது. இவன் ரூம்லையா? அந்த தூக்கு போடுற சவுண்டோட அது தூக்கு போடுற சவுண்டா இல்லை அந்த என்னன்னே ஒன்றும் புரியல. ஆஹா இது யாரா? அவங்க அம்மா ரூம் தானே அது? ஆமாம் அவங்க அம்மா ரூம். அப்போ இத்தனை நாள் அழுது அவங்க அம்மா இல்லை போலடா. அம்மாடா அவன் சவுண்டு கேட்டுன்னே இருந்தது அவனுக்கு. அவங்க அம்மாவும் அழுகிற மாதிரி தான் காட்டினாங்க. பட் அவனுக்கு கேட்ட சவுண்டு எத்தனை ஓட வேண்டியதான்டா. போட்டு இவன் அப்படி பண்ணிடுவான். இந்த ஃபர்ஸ்ட் ஃபேமிலி நினைக்கிறேன்டா. அது சரியா இருக்கு. முன்னாடி போகிறான் ஊர் ஒன்று கூட்டிட்டாங்க. இவனை வந்துட்டான்டா. கீழே தாப்பாள்றா. வீடுதான் பிரச்சனை. வா എനിക്കിതിലൊന്നും വലിയ വിശ്വാസമല്ലേ. തങ്ക വയ്ക്കണം 2 നാൾ. ശരി, നമുക്കതല്ലേ ചെയ്ത് കൊടുക്കണ്ട. ഓരോ ആൾക്കാരുടെ
പേഴ്സണൽ എക്സ്പീരിയൻസസ് അല്ലേ, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സഹായിക്കുക. അപ്പം അല്ലെങ്കിൽ തന്നെ നമ്മൾ അങ്ങനെ നോക്കിയാൽ ഏത് വീട്ടിലാണ് താമസിക്കാൻ പറ്റുക? ഓരോ വീട്ടിലും കാണുമല്ലോ ഓരോ പ്രശ്നം. എന്തായാലും നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു അമ്മയും അവനും ഒന്നായി. അല്ലാതെ നമ്മൾ ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് കൂട്ടി ഈ വീടിൻ്റെ അകത്ത് നമ്മൾ ലോക്കാവേണ്ട ആവശ്യമുണ്ടോ? അല്ലേ? കറക്റ്റ്. മോൻ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഇനി എന്ത് സംഭവിച്ചാലും അമ്മയോട് പറയണമെന്നല്ലേ പറഞ്ഞേ? നമുക്ക് ശേഷം ഇനി ഇവിടെ വരുന്നവരെ കുറിച്ച് ആലോചിച്ചതാണ്. அந்த ஹவுஸ் ஒன்று மண்டை மேலே போட்டு எனக்கு பார்க்கும்போது இவர் தான் ஞாபகம் கொஞ்சம் நிற்கும் போது அந்த உட்காந்து பொசிஷன் எல்லாமே. ஏதோ ஜம்ஸ்கார் வரப்போகுது. நானும் அதான் இல்ல, நான் என்ன நினைச்சேன்னா பாட்டி தான் பேய் ஆயிட்டு இருக்கிறாங்க போல அப்படின்னு நினைச்சேன். ஆனா அந்த வீட்டுல இன்னொரு எக்ஸ்ட்ரீமா நானும் தெரியுமா நினைச்சேன். 2 பேருமே வந்து சைக்கோசோமேட்டிக் போல, அதனாலதான் இப்படி தெரிறாங்க போல 2 பேருக்கு அப்படின்னு நினைச்சேன் நான். ஒண்ணு. இன்னொன்னு என்ன நினைச்சேன், அவங்க அம்மாவுக்கு அப்படி இருக்கிறதுனால ஒரு பாயாசத்தை பாட்டிக்கு போட்டாங்க. இல்லை, நான் பாட்டியை வந்து இந்த பேய்ங்க ஏதாவது பண்ணியிருக்குன்னு நினைக்கிறேன். வீக்கஸ்ட் வந்து பாட்டியை தூக்கிட்டு போய் தான் இவங்களை ஃபோக்கஸ் பண்ணியிருக்கு போல. அதுதான் ஏன்னா கரெக்டா இது பார்த்துன்னு என் பாட்டி ரூம்ல இருந்து தான் எல்லாமே ஆரம்பிச்சு. இது பத்தியா அந்த ஒரு டைலாக் இருந்தது பாரு, இவங்க அந்த பக்கத்து வீட்டுக்காரங்க எந்த ரூம்ல தூக்க மாட்டேங்கிறாங்க, அந்த கதவு திறந்தோடனே லெஃப்ட் ஹேண்ட் சைட்ல இருக்க ஃபர்ஸ்ட் ரூம் அப்படின்னாங்க. உடனே அவங்க ஹஸ்பண்ட் கூட இல்ல ரைட் ஹேண்ட் சைட்ல இருக்கிற ஃபர்ஸ்ட் ரூம் அப்படின்னு சொல்லி அச்சிக்கினாங்க பாரு, எந்த ரூம்ல தூக்க மாட்டேங்கிறாங்கன்னு. பாட்டி அந்த தூக்கு கயிறு இருந்தது இவனோட ரூம்ல தான் இருந்தது. அது பாடுறா, இவங்க 2 பேரும் அந்த இவங்க சூசைட் பண்ணிக்க போறாங்கல்ல, அது வரைக்கும் வந்து பண்ணல. அவங்க வந்து அதை கேன்சல் பண்ணிட்டு டஸ்ட்பின்ல போட்ட பிறகு அதுக்கப்புறம் ஆரம்பிச்சு பத்தியா எல்லாமே டெம்ப்ட் பண்ணிருக்குது ஸ்டார்டிங்ல இருந்து. கோஸ்ட் வீடு தான் பிரச்சனை. வீடை இடிச்சிட்டு வேற வீடு கட்டணும் போல. அதே மாதிரி இன்னொன்று என்னது, ஒருத்தர் சொன்னாங்கன்னா அது லிசன் பண்ணணும். நல்லா அதுவும் இல்லாமல் நினைக்கிறது வந்து சொல்லிடணும் நம்ம க்ளோஸான ஆளுங்க. அது ஒன்று இருந்தது. அதே மாதிரி வந்து ரொம்ப பர்சனலாக வந்து பிரச்சனை ஆகின்னு இருக்குது. அப்போ வந்து ஏதாவது பேச வராங்கன்னா கேட்கணும், யாருக்கு என்ன பிரச்சனை இருக்குன்னு தெரியாது. அந்த அவங்க சித்தப்பா பெரியப்பா மாதிரி பண்ணக்கூடாது. சித்தப்பா பெரியப்பா அவர் 2 நாள் அது வீட்டில் இருந்து சொல்லுவாங்க. இவங்க என்ன பண்ண வீடு காலி பண்ணுவோம். சித்தப்பா நாங்கள் ஒரு 2 நாள் எங்கள் வீட்டில் இருந்துக்கிறோம், இங்கே வந்து உங்கள் வீட்டில் இருந்து காலி பண்ணக்கூடாது. 2 பேருமே அந்த ஷேனிகாவும் சரி சமாக்டிங் கிளைமேக்ஸ் லாஸ்ட் 15 மினிட்ஸ் செம்மையா இருந்துச்சு. சின்ன பொண்ணு போத கொண்டு எனக்கு அந்த ஃப்ரிட்ஜு கிட்ட போகும்போது எனக்கு அள்ளு விட்டுச்சு. எனக்கு அந்த இடத்துல அது ஒன்று பின்னாடி கண்ணாடிக்கெல்லாம் போயிருந்தோம் பாருங்க, கண்ணாடியில் வரதுக்குலாம் அந்த ஏன்னா பின்னாடியே காட்டிட்டு இருந்தாங்க. ஆனால் ஸ்டார்டிங்லேருந்தே வந்து காட்டியிருக்காங்கடா அந்த அழுவுறதுலாம் வந்து ஸ்டார்டிங்லேருந்தே காட்டி எடுத்துகிட்டு வந்திருக்காங்க. நான் கூட சொன்ன சண்டை போட்டாங்களா அது அழுவ ஆரம்பிச்சிருவாங்க அப்படின்னு பார்த்தா வேற மாதிரி எடுத்துகிட்டு வந்திருக்காங்க. இந்த வீட்டில் எல்லாம் பாஸ்ட் அப்படியே ஒவ்வொரு நியூ டெனன்ட் வரும்போதும் ரிப்பீட் ஆகிட்டு இப்போ அவங்களுக்கு என்ன சொன்னாங்க லாஸ்ட்டாக கூட அடுத்து வரவங்கள தான் யோசிக்கணும் அப்படின்னு சொன்னாங்க. இந்த யாருக்குமே அவர் கூடாமே இருக்கலாம். இவங்க சொன்னதை நம்பவே இல்லை. அவங்க இவரே நம்பலை, அவங்க சொந்தக்காரன் நம்பலை. ஹவுஸ் ஓனர் எப்படின்னு அவங்க வீடு வாடகை விடணும்ல. கடைசி பூத காலம் வேற லெவலில் இருந்துச்சு படம். ஸ்டார்டிங்ல ஒரு டோன்ல எடுத்துட்டு போயிட்டு அந்த டார்க் டோன்ல நம்ம இவ்வளோ பேயின் பேசுகிறோம், கடைசியில் கமெண்ட்ல சொல்லுவோம் ப்ரோ இட்ஸ் நாட் அ கோஸ்ட் மூவி ப்ரோ, சைக்காலஜிக்கல் மூவி. நம்மளுக்கு அப்போ தான் இன்னொரு பர்ஸ்பெக்டிவே தெரியும். ஆமாம்ல அப்படின்னு. அது நல்லா இருந்துச்சு. ஆனால் ரேவதியோட ஆக்டிங் ஆமாம் சூப்பர். எனக்கு அந்த எப்போ தெரியுமா கரெக்டாக இருந்தது, இவன் போயிட்டு கிச்சனுக்குள்ளே போயிட்டு எடுத்துட்டு இவன் வேகமாக நந்து வரும்போது கை நிறுத்தினாங்க பாரு.
அவங்க அம்மா இவனாவது பயந்தான், அம்மா இப்படி ஸ்டெடியா இவன் கூட இருக்கும் போதாவது பரவாயில்ல வந்து போச்சு. இவன் உள்ள போயிட்டு அவங்க அம்மா தனியா நின்றுருவாங்க. அப்போ திடீர்னு சோஃபால ஒரு ஆள் உட்காந்து எப்படி இருக்கும். ஐயோ அது செம்மையா இருந்தது. அப்படியே எதுவுமே போல, அப்படியே கையை தட்டி நிறுத்த அப்படியே அங்கேயே நில்லு அப்படின்னு. அதெல்லாம் செம்மையா இருந்துறாங்க. அது கரெக்டாக அவங்க நின்று இருக்கும் போது கண்ணாடி ஒன்று கால் கீழே வந்து ஊன்ட்டு அந்த பொண்ணை எடுத்துட்டு கேஷுவலாக போகுது உள்ள. அட சன்ன நீ தான் ஆரம்பத்துலேருந்து கண்ணாடி போட்டு விளையாடுங்க. அவள் ஃபோனை கூட அந்த சின்ன பொண்ணு தான் போட்டு வச்சிருக்கு. பாட்டியெல்லாம் அவங்களுக்கு இது என்ன விஷயம் அட்டெம்ட் பண்ணிச்சு அவங்க சாவறதுக்கு? யார் பாட்டியா? அந்த ஃபர்ஸ்ட் நாங்கள அதுதான் முன்னாடி அதுக்கு முன்னாடி யாருன்னா இருப்பாங்க. இல்லடா அந்த ஃபேமிலி தான். அந்த அப்பா சொல்லியிருந்தாரு பத்தியா, அந்த பொண்ணு வந்து இவனை பைத்தியம் சொன்னதுனால இவன் அதான்டா அப்போ ஏதோ ஒரு டெம்ப் பண்ணிருக்கா இவனுங்களை. இவன் ஹஸ்பண்ட் வந்து பைத்தியம் அதேதான் இவங்களோட இதுலயும் நடந்திருக்கு. தெரியுதா? ரிப்பீட் ஆகுதுடா. இவங்களும் பைத்தியம் தான் ஆயிருக்கு. அவனுக்கும் பைத்தியம் அப்ப அதுக்கு முன்னாடி ஃபர்ஸ்ட் ஒன்று வந்து இவன் ஒய்ஃப் வந்து ஹஸ்பண்ட் வந்து பைத்தியம் சொல்லி ஊர் முழுக்க நம்ப வச்சிச்சு. அதனால அவன் விஷம் வச்சுட்டு தூக்க மாட்டேங்கிறான் அவனும். புரியுதா? ஃபேமிலி ஆனா இவங்க வந்து ரெண்டு பேர் பேசினதுனால ப்ராப்ளம் சால்வ் ஆயிருக்கு. புரியுதா? இவங்க எல்லாம் நார்மலா தான் இருந்திருக்காங்க. இதனால ஃபோர்ஸ் பண்ணி இது பண்ண. அப்ப அந்த ரெண்டாவது இருந்தவரும் சம்திங் நார்மலா தான் இருந்திருக்காரு. ஒரு மாதிரி இருந்ததுடா, த்ரில்லிங்கா இருந்ததுடா. நைஸ். பூதகாலம் நல்லா இருந்துச்சு. நம்ம எனக்கு தெரிஞ்சு அந்த இது இப்போ பார்த்தேன் லாஸ்ட் வீக் பிரம்மயோகா, அந்த அளவு அது நல்லா இருந்தது எனக்கு தெரிஞ்சு. எனக்கும் அது நல்லா இருந்துச்சு. ஆமா நிறைய எக்ஸ்பெக்ட் பண்ணோம். இல்ல எக்ஸ்பெக்ட் பண்ணதை விட இது ஸ்டோரி கொஞ்சம் கிளைமேக்ஸ்ல தான்டா அப்படியே ஹிட்ல இருந்துச்சு. அவங்க ரெண்டு பேரும் வேர்த்து போச்சு, நம்மளுக்குமே வேர்த்து போச்சு. எனக்கு பயம் ஏதாவது நடக்க போதோ ஐயோ. ஸோ இந்த வாரம் வந்து நம்மளோட சஜஷன் வந்து கிட்டத்தட்ட இதே மாதிரி தான். இதுலேயும் வந்து சைக்காலஜிக்கல் சம்மந்தமாக இருக்குது. திகிலும் இருக்குது. கடந்த காலம் திகிலாக இருந்துச்சு. அது பார்க்கும்போது திகிலாக இருக்கும். படத்தை சொல்ல போகிறோம். ஸோ இந்த வாரம் வந்து எங்களோட சஜஷன் என்னென்னு பார்த்தீங்கன்னா, ட்ராமாவதா அப்படி ஆகுது இல்லை நாகா போட்டு. ஸோ இந்த வாரம் எங்களோட அந்த படம் பேர் விசில். இது வந்து எங்கள் எல்லாரோட சைல்ட்ஹுட் ட்ராமா இந்த படம். அது ஒரு கார்ட்டூன் இருக்கும். அது ஒரு மூஞ்சில் ஒரு பாம்பு, சின்ன பாம்பு வேற வந்து வச்சிருப்பாங்க. இல்லை ஆனால் சின்ன வயசுல எல்லாம் பார்க்கும்போது இந்த படம் அது நம்மளுக்கு விசில் நம்ம டிவியில் கேடிவியில் போடும்போது அந்த படத்தோட இதுவே தெரிஞ்சுது. அடுத்த நாள் ஸ்கூலில் வந்து டே நீ பார்த்தியாடா அந்த படம்? நானும் பார்த்தேன்டா. ஸோ நாகா போய் நல்லா தூங்கலடா அந்த படம் பார்த்துட்டு. அவ்வளோ ட்ராமா கொடுத்த படம் தான் அது. நல்ல படம், நல்லா இருக்கும். நல்லா படம் பாருங்க. இதுவும் அதே சொல்றது தான். யாருன்னா பார்த்துருந்தீங்கன்னா வேற யாருக்கு. ஸோ இந்த வாரம் எங்களோட செஷன் பார்த்தீங்கன்னா விசில். ஸோ வந்து பார்க்காதவங்க பார்த்து என்ஜாய் பண்ணுங்கள். ஏன்னா கொஞ்சம் பழைய படம். ஸோ கரண்ட் ட்ரெண்டுக்கான இதில் இருக்காது. ஆனால் உங்களுக்கு வந்து அந்த பயம் இருக்கும். ஒரு ஓப்பன் எண்டிங் கூட இருக்கும். ஸோ ஓகே கைஸ், நம்ம இன்னொரு வீடியோவில் இன்னொரு மூவி ரியாக்ஷன் பார்க்கலாம். அன்டில் தென் திஸ் எடி சைனிங் ஆஃப்.